ബാക്ക് ടു മൈ ചാനൽ അൽഫിന അനസ്തറ്റിക് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ നമ്മുടെ CPASന്റെ അഡ്മിഷൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അതായത് നഴ്സിംഗ്, പാരാമെഡിക്കൽ ആൻഡ് ബിഫാം റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഗൂഗിൾ ഓപ്പൺ ചെയ്ത് CPASന്റെ സൈറ്റിലേക്ക് കയറുക. CPAS ലോഗിൻ എന്ന് പറഞ്ഞ് തന്നെ ഫസ്റ്റ് കാണുന്നതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇമെയിലോ ഫോൺ നമ്പർ കൊടുത്തിട്ടും പാസ്വേഡ് അടിച്ചു കൊടുത്തതിന് ശേഷം എൻ്റർ ക്യാപ്ച കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ക്യാപ്ച കറക്റ്റ് ആയിട്ട് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ റീസെറ്റ് ക്യാപ്ച ഉണ്ട്, അത് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. ഇനി ആരെങ്കിലും പാസ്വേഡ് മറന്നുപോയി എന്നുണ്ടെങ്കിൽ ഫോർഗോട്ട് പാസ്വേഡ് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഓൾറെഡി റീസെറ്റ് ചെയ്യാൻ പറ്റും. പാസ്വേഡ് ഇമെയിൽ ID കൊടുത്തതിന് ശേഷം റിക്വസ്റ്റ് പാസ്വേഡ് റീസെറ്റ് കൊടുത്താൽ മതി, നിങ്ങൾക്ക് അത് ഓപ്പൺ ചെയ്ത് വരാൻ സാധിക്കുന്നതായിരിക്കും. പിന്നെ കുറെ പേരുടെ വെബ്സൈറ്റിൽ ഡയറക്റ്റ് കയറിയതിന് ശേഷം നോക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇങ്ങനെ ലോഗിൻ ചെയ്യാൻ പറ്റും, അല്ലാത്തവർക്ക് വേറെ രീതിയിലും നമുക്ക് ലോഗിൻ ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങൾ സൈറ്റിൽ കയറിയിട്ട് നമുക്ക് രണ്ടാമത് CPASന്റെ സെന്റർ ഫോർ പ്രൊഫഷണൽ ആൻഡ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് എന്ന് പറഞ്ഞിട്ട് കാണുന്നതായിരിക്കും. അത് കയറി നോക്കി കഴിഞ്ഞാൽ നമുക്ക് SME UG റാങ്ക് ലിസ്റ്റ് പബ്ലിഷ്ഡ് എന്ന് പറഞ്ഞ് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതില് താഴേക്ക് സ്ക്രോൾ ചെയ്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൊഫൈൽ ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് എത്രത്തോളമാണ് എന്നുള്ളത് കാണാൻ പറ്റും. അതായത് നഴ്സിംഗിന്റെയും പാരാമെഡിക്കലിന്റെയും ഡിഫറെന്റ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് പോലെ തന്നെ SME UG റാങ്ക് ലിസ്റ്റ് പബ്ലിഷ്ഡ് ഇത് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷെ സംതിങ് വെന്റ് റോങ് എന്ന് കാണിക്കുന്നത് ഒരുപാട് കുട്ടികൾ സൈറ്റിൽ കയറുന്നത് കൊണ്ടാണ്. അപ്പോൾ ഇനി ഇതിലൂടെ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ സൈറ്റിൽ തന്നെ മുകളിലായിട്ട് നിങ്ങൾക്ക് ഡു യു വാണ്ട് ടു ബിക്കം എ CPAS സ്റ്റുഡൻറ്, ക്ലിക്ക് ഹിയർ ടു അപ്ലൈ ഓൺലൈൻ എന്ന് പറഞ്ഞ് കാണിക്കും. അതിനകത്ത് കയറി കഴിഞ്ഞാൽ ഇതിലൂടെ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ലോഗിൻ ചെയ്യാൻ ആർക്കെങ്കിലും സൈറ്റ് ബിസി ആവുന്നു എന്നുണ്ടെങ്കിൽ ഈ 3 രീതിയിൽ നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞു തരുന്നത്. ഇതിലേക്ക് നിങ്ങൾ ലോഗിൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നോർമലി ഉള്ള പാസ്വേഡും നമ്മുടെ ക്യാപ്ചയും നമ്മുടെ മെയിൽ IDയും അല്ലെങ്കിൽ നിങ്ങൾ ഫോൺ നമ്പർ ആണോ കൊടുത്തത് അത് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. പിന്നെ കുറെ പേരുടെ ഡൗട്ട് ആണ് ആർക്കൊക്കെയാണ് ഇനി ഇതിന്റെ സാധ്യത എന്ന് പറയുന്നത്. നമുക്ക് CPASന് എത്രത്തോളമാണ് സീറ്റുകൾ ഒഴിവുള്ളത് എന്നത് നമുക്ക് പ്രോസ്പെക്ടസിൽ തന്നിട്ടുണ്ടായിരുന്നു. ഒരു 500ന് താഴെയാണ് നമുക്ക് സീറ്റ് വരുന്നത്. പിന്നെ NRI സീറ്റും അതിനകത്ത് തന്നെ വരുന്നുണ്ട്. അപ്പം നമ്മുടെ 500ന് താഴെ എന്ന് പറയുമ്പോൾ ഒരു 500 വരെ റാങ്ക് കിട്ടിയ കുട്ടികളെ ആയിരിക്കും ഇതിനു വേണ്ടി ഇന്റർവ്യൂവിന് വിളിക്കുന്നത്. ഇതിന് ഇന്റർവ്യൂ ഉണ്ട്. ഇന്റർവ്യൂ എവിടെയാണ് എന്നുള്ളതെല്ലാം തന്നെ നമ്മുടെ സൈറ്റിൽ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ ഉണ്ട്. CPAS ഹെഡ് ഓഫീസ് ഗാന്ധിനഗർ PO കോട്ടയം. നിങ്ങൾ ഇവിടെ ഡയറക്റ്റ് ചെന്നതിന് ശേഷം നിങ്ങളുടെ സർട്ടിഫിക്കറ്റുമായി ഡയറക്റ്റ് ചെയ്യുന്നതിന് ശേഷം ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണം. അതിന് അനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് അഡ്മിഷൻസ് കിട്ടുന്നുണ്ടാവുക. ഈ ഇന്റർവ്യൂ എങ്ങനെയാണ് നിങ്ങൾ അറിയുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി കൊടുത്തിട്ടുള്ള ഇമെയിൽ IDയിലായിരിക്കും വരുന്നുണ്ടാവുക. സാധാരണ മുന്നേ ഫോൺ നമ്പേഴ്സിലും വിളിക്കാറുണ്ട്, പക്ഷേ ഫോൺ നമ്പറിൽ എത്രത്തോളം ആപ്ലിക്കബിൾ ആണ് എന്നത് അറിയില്ല. അപ്പോൾ നിങ്ങളുടെ മെയിൽ നിങ്ങൾ ചെക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ SMS ആയിട്ടും നിങ്ങളെ ഇന്റർവ്യൂവിന് വിളിക്കാൻ വേണ്ടി ചാൻസ് ഉണ്ട്. മാക്സിമം ചാൻസ് എന്ന് പറയുന്നത് 500 വരെ റാങ്ക് ലിസ്റ്റ് കിട്ടിയ കുട്ടികൾക്കായിരിക്കും. ഇത് എവിടെയാണ് നിങ്ങൾ പോകേണ്ടത് എന്നതെല്ലാം കറക്റ്റ് ആയിട്ട് സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെയാണ്, നമുക്ക് അതനുസരിച്ച് വേണം ചെയ്യേണ്ടത്. ഇനി നിങ്ങൾ ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങളുടെ +2 കാര്യങ്ങളോ ക്വസ്റ്റ്യൻസോ മാർക്കോ ഒന്നും അല്ല ചോദിക്കുന്നത്. അവിടെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ കാര്യങ്ങളുമാണ് നടക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റും കാര്യങ്ങളുമായിട്ട് വേണം നിങ്ങൾ പോകേണ്ടത്. നിങ്ങളുടെ പാരന്റ്സുമായി പോയി നിങ്ങൾക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ. അപ്പോൾ ഇനിയിപ്പോൾ പല കുട്ടികളും ചോദിക്കാം 500ന് താഴെയുള്ള കുട്ടികൾക്ക് കിട്ടില്ലേ എന്നത്. അതായത് 501, 502 കുട്ടികൾക്ക് കിട്ടില്ലേ എന്നുള്ളത്. എല്ലാവരും ഇവിടെ അഡ്മിഷൻ എടുക്കണം എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. അപ്പോൾ സീറ്റ് എത്രത്തോളം വാക്കൻസി വരുന്നുവോ അതനുസരിച്ച് പിന്നെയും ഇവരെ ഇന്റർവ്യൂ നടത്തുന്നതായിരിക്കും. അതിന്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളും എല്ലാം നമ്മുടെ ചാനലിലൂടെ അറിയിക്കുന്നതുമായിരിക്കും. ഇനി പല കുട്ടികളും ചോദിച്ച ഒരു കാര്യമാണ് CPAS കോളേജസിലുള്ള ഫീ സ്ട്രക്ചർ എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും CPAS കോളേജിന്റെ ലാസ്റ്റ് പ്രോസ്പെക്ടസിനകത്ത് വരുന്ന ഫീ സ്ട്രക്ചർ പറഞ്ഞിട്ടുണ്ട്. പിന്നെയും ഡൗട്ട്സ് വന്നത് കൊണ്ട് തന്നെ നമ്മൾ ഒന്നുകൂടി ക്ലാരിഫൈ ചെയ്യുകയാണ്. SC ST കാറ്റഗറി, അതായത് OEC ഫിഷർമാൻ കാറ്റഗറി സ്റ്റുഡൻസിന് ഇവിടെയും റിസർവേഷൻ ഉള്ളതാണ്. അതായത് നിങ്ങൾക്ക് ഫീ കൺസെഷനും ഇവിടെ ഉണ്ട്. പക്ഷെ ജനറൽ കാറ്റഗറി സ്റ്റുഡൻസിന് ഇവിടെ ഫീ കൺസെഷൻ ഇല്ല. അവർക്ക് വരുന്ന ഫീ എത്രയാണ് എന്നുള്ള
അതെല്ലാം തന്നെ പ്രോസ്പെക്ടസ് 2024-25 എന്നതിൽ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം പുതിയ പ്രോസ്പെക്ടസിൽ ഏകദേശം സെയിം ആയിട്ടുള്ള ഫീ സ്ട്രക്ചർ ആണ് വന്നിട്ടുള്ളത്. അതായത് ജനറൽ കാറ്റഗറി സ്റ്റുഡൻസിനാണ് എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇയർ 1 lakh ആണ് വരുന്നത്. അതിനുശേഷം 10K അതായത് 10,000 റുപ്പീസ് കോഷൻ ഡിപ്പോസിറ്റ് ആയിട്ട് വരുന്നുണ്ട്. SC ST OEC ഫിഷർമാൻ കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് 1000 റുപ്പീസ് ആണ് വരുന്നത്. അതിനുശേഷം അവരും കോഷൻ ഡിപ്പോസിറ്റ് ആയിട്ട് 10,000 റുപ്പീസ് അടയ്ക്കേണ്ടതായിട്ട് വരും. ടോട്ടൽ 11,000 ആണ് SC ST OEC ഫിഷർമാൻ കാറ്റഗറി സ്റ്റുഡൻസിന് വരുന്നത്. അത് നിങ്ങൾ കറക്റ്റ് ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്തത് കൊണ്ട് മാത്രമേ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് ഇതുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ഡോക്യുമെന്റ്സ് എല്ലാം കൊണ്ടുവേണം പോകാനായിട്ട്. ബാക്കി ഈ സ്റ്റുഡൻസിനുള്ളത് ഗ്രാൻസ് വഴി ഗവൺമെന്റ് ആണ് ഇവരുടെ ബാക്കി ഫീ സ്ട്രക്ചറും കാര്യങ്ങളും എല്ലാം ഏറ്റെടുത്ത് നോക്കുന്നത്. നിങ്ങൾക്ക് കിട്ടിയ റാങ്ക് എത്രയാണ് എന്നുള്ളത് കമന്റ് സെക്ഷനിൽ പറയാട്ടോ. നെക്സ്റ്റ് LBS അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. ഇതറിയാത്ത നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ഓക്കെ ബൈ, താങ്ക് യു.